ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഇന്നത്തെ യാത്ര ദൂരോട്ടൊന്നുമല്ല, ഇവിടെ അടുത്തേക്ക് തന്നെയാണ്. ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ സ്വന്തം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞിക്കണ്ണനും കൂടി രാവിലെ റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ യാത്രയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. വീട്ടിലെ പശു പ്രസവിച്ച സമയത്തെ അമ്മയ്ക്കൊരു നേർച്ചയുണ്ടായിരുന്നു, പശുവിൻ്റെ പാല് ഭഗവാൻ അഭിഷേകം ചെയ്തേക്കാമെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കുറേ മാസങ്ങളായിട്ട് പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയക്കുറവുകൾ കൊണ്ടും ചില കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് അതിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയമായതെന്ന് തോന്നുന്നു. ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു, അതുപോലെ തിരക്കും ഉണ്ടായിരുന്നു. അതൊക്കെ കടന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ ഇപ്പോൾ 12 വിളക്കിൻ്റെ തിരക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 28-ാം ഓണം പോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഉത്സവമാണ് വൃശ്ചിക മാസത്തിലെ 12 വിളക്ക്. വൃശ്ചികം 1 മുതൽ 12 വരെ ഒരു ഒന്നൊന്നര ഉത്സവം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അകത്തേക്ക് കയറാനുള്ള വാതിലിൻ്റെ ഭാഗം വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. റോഡിലും അതിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തുമൊക്കെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ വന്ന് ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. 2 വീലറുകൾ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺഫ്യൂഷനായി, വണ്ടി എവിടെ വെക്കണം, അതുപോലെ തിരക്കായിരുന്നു. 12 വിളക്കിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കടകളാണ്. ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം സ്പീഡിലാണ് പണികളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കുളം കണ്ടത് കേട്ടോ. നമ്മുടെ അമ്പലക്കുളമാണ്. ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും ഞാൻ ഈ താമരകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയാൻ കാണുന്നത്. ഞാനങ്ങനെ എപ്പോഴും ഇവിടെ വരാറില്ല, വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. വന്ന സമയത്തൊന്നും ഇത് കണ്ടിട്ടുമില്ല. പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും, നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഇവിടെയും കടകളുടെയൊക്കെ പണി നടക്കുകയാണ്. കുറേ പ്രായമുള്ള അച്ഛന്മാരൊക്കെ നിന്ന് കുഴിയൊക്കെ കുത്തി എന്തൊക്കെയോ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് തൂണൊക്കെ വെക്കുന്നുണ്ട്. കടകളൊക്കെ പണിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന് മുന്നേ 12 വിളക്കിന് വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ മുഴുവനും കടകളായിരുന്നു. 12 വിളക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് ചെന്നതെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മരണക്കിണറാണ് കേട്ടോ. ഇതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അവിടെയും ചേട്ടന്മാരൊക്കെ നല്ല സ്പീഡിലാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേളിലേക്ക് എത്തിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തൊട്ടിലാട്ടം. ഈ തൊട്ടിലാട്ടവും മരണക്കിണറും ഒക്കെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പണികളൊക്കെ നടക്കുന്നതിന് മുന്നേ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെയും ഒരുപാട് റൈഡുകളൊക്കെ ഇതിൻ്റെ പിന്നിൽ പണിയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കടകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്യസംസ്ഥാനക്കാരാണ് കേട്ടോ കൂടുതലും ഇവിടെ കടകളൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കൂടെയുള്ള ഈ കുഞ്ഞു മക്കളൊക്കെ അല്ലേ, അവരൊക്കെ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ. നമ്മൾ നമ്മുടെ മക്കളെ കാറ്റും മഴയും പൊടിയും അഴുക്കും ഒന്നും പറ്റിക്കാതെ പൊന്നുപോലെ നോക്കുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെയും കുറേ കുഞ്ഞു മക്കൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതൊക്കെ വളരെ കഷ്ടമായൊരു അവസ്ഥയാണല്ലേ. അങ്ങനെ ഞങ്ങളിതേ നന്ദികേശനെയൊക്കെ തൊട്ട് തൊഴുതു. ഞാൻ തൊട്ട് തൊഴുന്ന കണ്ടുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ പെട്ടെന്ന് ഓടി വന്ന് തൊട്ട് തൊഴുതു. ആദ്യമൊക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇപ്പം വളർന്നു വരുന്തോറും അതൊക്കെ അങ്ങ് മാറി. അങ്ങനെ അമ്മ ദേ പാലും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. കുഞ്ഞിക്കണ്ണൻ പുറകെ ഓടുന്നുണ്ട്. അവൻ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ്, എങ്ങും അടങ്ങി നിൽക്കത്തില്ല. അമ്പലത്തിനകത്തേക്ക് അമ്മ കയറിയിട്ടുണ്ട്. അമ്മ അവിടെ പാലൊക്കെ കൊണ്ട് കൊടുത്തു. കുഞ്ഞിക്കണ്ണൻ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ശീലം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബാഗിലിരിക്കുന്ന പൈസ മുഴുവൻ ഭണ്ഡാരത്തിലിട്ട് തീർക്കുക എന്നുള്ളതാണ്. ആ ചില്ലറ പൈസ തീരുന്നത് വരെ ഇങ്ങനെ എല്ലാ ഭണ്ഡാരത്തിലും കൊണ്ടുപോയി ചില്ലറ പൈസ ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ കൊടുത്ത പാല് ഭഗവാൻ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം പോയി കണ്ടു. കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ സ്വസ്ഥമായിട്ട് അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസാദം എല്ലാം മേടിച്ചു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പടിഞ്ഞാറത്തെ നടയിൽ വന്നു. കിഴക്കേ നടയിൽ അത്രയും തിരക്ക് പടിഞ്ഞാറേ നടയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവാനെ കണ്ട് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ഇവിടുന്ന് നേരെ ഞങ്ങൾ ഒണ്ടിക്കാവിലേക്കാണ് കേട്ടോ പോയത്. കുഞ്ഞിക്കണ്ണൻ്റെ ഓട്ടം കാരണം കൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇവരുടെ കൂടി ഇവിടെ ഇരുന്നു. കുഞ്ഞിക്കണ്ണൻ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് മേടിച്ചു കൊടുത്തു. അവനതാണെങ്കിൽ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ പനി ആയതുകൊണ്ട് അമ്മ എത്ര ഉഷാറുമില്ല. അങ്ങനെ ഭഗവാന് അഭിഷേകം ചെയ്ത പാലിൻ്റെ പ്രസാദം അവിടെ ഇരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ തൊഴുത് വെളിയിറങ്ങി. അകത്തേക്ക് പോയപ്പോൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ നന്ദികേശന്മാരെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഈ പ്ലാവ് നിറച്ച് ചക്കയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ചക്കയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കുഞ്ഞ് ചെടിപ്ലാവാണ്. കൊച്ചു പ്ലാവാണ്. ആ കൊച്ചു പ്ലാവ് നിറച്ച് ചക്കയുണ്ട്. അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലത്തെ പ്ലാവുകൾ കുറേ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞു പ്ലാവിലിങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്.
ഇതുപോലുള്ള കുറച്ച് മരങ്ങളൊക്കെ നട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഭിക്ഷാടനത്തിലിരിക്കുന്നവർക്കും ഇതുപോലെ കൈ നോക്കാനായിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ വെയിൽ കൊള്ളാതെ സുഖമായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ദേ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ടെത്തി. അതങ്ങനെയാണ്, അമ്പലത്തിലെ കഞ്ഞിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ വീട്ടിൽ എത്ര കാര്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്പലത്തിൽ വന്നിരുന്ന് ആ ചൂടോടെ കഞ്ഞി ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും കിട്ടത്തില്ല. അങ്ങനെ ദേ ശാസ്താവിൻ്റെ അമ്പലത്തിലും മഹാലക്ഷ്മി അമ്പലത്തിലും കയറി തൊഴുതു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മഹാലക്ഷ്മി അമ്മയെ ഒരുക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ഞാനും കുഞ്ഞിക്കണ്ണനും കൂടി ഇതേ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ. അമ്മ വന്നിട്ടില്ല. വെറുതെ എന്തിനാണ് അവിടം വരെ നടക്കുന്നതെന്ന് കരുതി അമ്മയോട് ഞാൻ പറഞ്ഞു അവിടെ തന്നെ നിന്നു, ഞാൻ വണ്ടി എടുത്തിട്ട് അതിലേ വരാമെന്ന്. അങ്ങനെ വണ്ടി കണ്ട പാടെ കുഞ്ഞിക്കണ്ണൻ ദേ വണ്ടിയിൽ ചാടി കയറിയിട്ടുണ്ടേ. അമ്മയെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. 12 വിളക്ക് തുടങ്ങുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിലുപരി ഇത്രയും നാളായിട്ട് കൊണ്ടു നടന്ന ഭഗവാന്റെ ഒരു കടവും വീട്ടി, അത് അതിലേറെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക.